അതുപോലെ ഇവിടെ നോ സെക്ഷണൽ ടൈമിംഗ് പ്രഷർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ഇത്ര മിനിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹായ് ഓൾ. ബാങ്കിങ് സെക്ടേഴ്സിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന രണ്ട് ബാങ്കുകളാണ്. ഒന്ന് നമ്മുടെ ബാങ്കേഴ്സ് ബാങ്ക് ആയ RBIയും പിന്നെ നമുക്ക് വരുന്നത് SBIയും. അപ്പോൾ ഈ രണ്ട് ബാങ്കുകളിലേക്കും ഏതൊക്കെ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഓഫീസർ പോസ്റ്റുകളിലേക്കും അതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് കയറാൻ പറ്റും എന്ന് ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. RBI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് ബി പോസ്റ്റുകൾ വരുന്നുണ്ട്, അതായത് ഓഫീസർ ലെവൽ പോസ്റ്റുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് അസിസ്റ്റന്റ് ലെവൽ പോസ്റ്റുകളും വരുന്നുണ്ട്. SBI ആണെങ്കിലും പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റുകളും കൂടാതെ അതിന്റെ അസിസ്റ്റന്റ് പോസ്റ്റുകളും അതുപോലെ സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സിന്റെ പോസ്റ്റുകളും അങ്ങനെ ഒത്തിരി പോസ്റ്റുകൾ നമുക്ക് അവിടെ SBIക്കും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ സാധാരണ നമ്മുടെ ബാങ്ക് എക്സാംസ് ഉണ്ടല്ലോ, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു എക്സാം പഠിക്കുന്നതിനോടൊപ്പം എത്രമാത്രം ഇഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ RBI ഗ്രേഡ് ബിയിലേക്കായിരുന്നാലും SBI POയിലേക്കായാലും എനിക്ക് കയറാൻ സാധിക്കും എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉള്ളതാണ്. അതുപോലെ പലരും RBI ഗ്രേഡ് ബി ഒന്ന് അറ്റൻഡ് പോലും ചെയ്ത് നോക്കാത്തവരുമാണ് അല്ലെ. കാരണം പേടി കൊണ്ടാണ് എങ്ങനെയാ അത് അറ്റൻഡ് ചെയ്യണം, ഏത് ലെവലാണ് എക്സാം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിക്കുക. നമ്മളിപ്പോ ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു IBPS എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ SBI ക്ലർക്കിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഒരു 20% അല്ലെങ്കിൽ 30% ഇഫോർട്ട് മാത്രം ഇട്ടാൽ മതി ഈ പറഞ്ഞ RBI ഗ്രേഡ് ബിയിലേക്ക് കയറാനായിരുന്നാലും അതുപോലെ SBI POയിലേക്ക് കയറാനായിരുന്നാലും. SBI POയുടെ പ്രിലിംസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഒരു നോർമൽ പ്രിലിംസ് എഴുതുന്ന, ഇപ്പോ SBI ക്ലർക്ക് പ്രിലിംസ് പോലെയല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി ഒന്ന് ഹൈ ലെവൽ ആയിരിക്കും SBI PO പ്രിലിംസ് എന്ന് പറയുന്നത്. അത് കയറാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, പക്ഷെ മെയിൻസ് കയറാൻ കുറച്ച് പാടാണ്. കാരണം കുറച്ച് ടഫായിട്ട് വരുന്ന ഒരു എക്സാം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് RBI ഗ്രേഡ് ബിയുടെ പരീക്ഷയായിരുന്നാലും അതിന്റെ phase 1 ആയിരുന്നാലും phase 2 ആയിരുന്നാലും കുറച്ച് ടഫസ്റ്റ് ആയിട്ട്. കാരണം നമുക്കറിയാം ഇത് ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പം അത്രയും ടഫ്നെസ്സോട് കൂടി ആയിരിക്കും ആ എക്സാം നടത്തുന്നത്. അപ്പം നമ്മളൊരു അഡീഷണൽ ഒരു 30% ഇഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കും കയറാൻ പറ്റും എന്നുള്ളത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് SBI PO ആൻഡ് RBI ഗ്രേഡ് ബി ഒരുമിച്ച് പഠിക്കാം, എങ്ങനെ നമുക്ക് ഈ രണ്ട് എക്സാംസും ഒത്ത് നമുക്ക് കൊണ്ടുപോവാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണ് അവിടെ വരുന്ന കോമൺ സബ്ജക്റ്റുകൾ എന്നും ഏതൊക്കെയാണ് കോമൺ ടോപ്പിക്സ് എന്നും അഡീഷണലി നിങ്ങൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഞാനതൊരു കറക്റ്റ് കംപ്ലീറ്റ് ഒരു അനാലിസിസ് ആണ് തരുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ലാത്തവർ കറക്റ്റ് ആയിട്ട് അത് ഫുൾ വീഡിയോ കാണുക, ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ആരംഭിച്ചോളൂ. അപ്പൊ നമുക്ക് ആദ്യം SBI POയുടെയും അതുപോലെ RBI ഗ്രേഡ് ബിയുടെ ഒക്കെ കോമൺ സബ്ജക്റ്റുകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം. കോമൺ സബ്ജക്റ്റില് ഇപ്പൊ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണ്. അതില് നമുക്ക് SBI POക്കായിരുന്നാലും RBI ഗ്രേഡ് ബിനായിരുന്നാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സബ്ജക്ട് വരുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. റീസണിങ് എബിലിറ്റിയും നമുക്ക് രണ്ട് എക്സാമിനും വരുന്നുണ്ട്. അതായത് നമുക്ക് ഗ്രേഡ് ബിയുടെ phase 1 പരീക്ഷകൾക്കാണ് ഇത് വരുന്നത്. SBI POയുടെ ആണെങ്കിൽ രണ്ട് പരീക്ഷകൾക്കും ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസിന് നമുക്കിത് വരുന്നുണ്ട്. ഇനി ജനറൽ അവയർനെസിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ജനറൽ ഇക്കോണമി, അതായത് ജനറൽ അവയർനെസ് നമുക്ക് സാധാരണ വരുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഇക്കോണമിക് അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഇതൊക്കെ നമുക്ക് SBI POയുടെ phase 2 നമുക്ക് ചോദിക്കുക. phase 1 ഇത് ഉണ്ടായിരിക്കില്ല, phase 2 ചോദിക്കുന്നത്. RBI ഗ്രേഡ് ബിക്കും കറണ്ട് അഫയേഴ്സും അതുപോലെ ഇക്കോണമി റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താണ് അഫയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന RBI ഗ്രേഡ് ബിയിൽ ചോദിക്കുക. അത് നമുക്ക് phase 1 ചോദിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ അവയർനെസിന്റെ കാര്യത്തിലാണ്. അപ്പം നമുക്കിപ്പോ ജി ആണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട് തന്നെയാണ്. ഇനി കമ്പ്യൂട്ടർ അവയർനെസ് ആണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളതായിരിക്കും SBI POക്ക് ചോദിക്കുന്നത്. പക്ഷെ ഗ്രേഡ് ബിക്ക് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വരില്ല, അതൊരു കോമൺ സബ്ജക്ട് അല്ല. അപ്പൊ ഗ്രേഡ് ബിക്ക് നമുക്ക് അത് പഠിക്കേണ്ട. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ SBI POക്ക് ഭയങ്കര, അതായത് SBI POയുടെ മീൻസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസിന് വരുമ്പോൾ നമ്മുടെ QAക്ക് അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് DI എന്ന് പറയുന്നത്. POയുടെ മെയിൻസ് വരുന്ന സമയത്ത് DI ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് അവിടെ ചോദിക്കുന്നത്. അപ്പം അത് SBI POക്ക് രണ്ട് ലെവലിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. RBI ഗ്രേഡ് ബി വരുമ്പോൾ phase 1 ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആ QAയുടെയും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് അവിടെ ചോദിക്കുന്നത്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്.
ഇനി ഇക്കോണമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അത് SBIയിൽ വരുന്നൊരു ടോപ്പിക് അല്ല, അതായത് സബ്ജക്റ്റ് അല്ല, അത് നമുക്ക് RBI ഗ്രേഡ് ബിയുടെ phase 2 വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇത് രണ്ടും RBIയുടെ phase 2 മാത്രമാണ് നമുക്ക് വരുന്നത്, അത് കോമൺ ആയിട്ട് വരുന്നതല്ല. ഇനി ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇപ്പം എസ്എ റൈറ്റിംഗ് ആയിരുന്നാലും അതുപോലെ ഇമെയിൽസ്, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ്, പ്രീസി റൈറ്റിംഗ്, ഇത് രണ്ടിനും നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതൊരു കോമൺ സബ്ജക്ട് തന്നെയാണ്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതും കോമൺ ആയിട്ട് SBI PO പ്രിലിംസ്, SBI PO മെയിൻസ്, RBIയുടെ ഗ്രേഡ് ബി phase 1 ഇതിനൊക്കെ കോമൺ ആയിട്ട് വരുന്നത് തന്നെയാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇനി ഓരോ സബ്ജക്റ്റുകളും നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നതും അതിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം QAയുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. QAയില് സ്പീഡ് ബേസ്ഡ് സെക്ഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. കാരണം നമുക്ക് അവിടെ പ്രാക്ടീസും ടൈം മാനേജ്മെന്റും വളരെ അധികമായിട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്രയും മാത്രം പ്രാക്ടീസ് വേണം. കാരണം സ്പീഡ് ബേസ്ഡ് ആയിട്ട് വരുന്ന സെക്ഷൻ ആണ്. നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് നമുക്ക് ടൈം വരുന്നുള്ളൂ. അപ്പൊ അതിന് ആ ഒരു 20 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ആ പറയുന്ന 35 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും മാത്രം സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പോൾ സ്പീഡ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് പ്രിലിംസ്. അതുപോലെ നമുക്ക് ഫാസ്റ്റ് കാൽക്കുലേഷനും ആക്യുറസിയും ഭയങ്കര കൂടുതലായിട്ട് വേണ്ട ഒരു സെക്ഷനും കൂടിയാണ്. അതുപോലെ നമുക്ക് ഇപ്പം ടോപ്പിക്സ് ആയ അരിത്തമെറ്റിക്, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ. ഇനി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡയറക്റ്റും ഫോർമുല ഓറിയന്റഡ് ആയിരിക്കും പ്രിലിംസിൽ വരുമ്പോൾ. ഇനി സ്ട്രിക്റ്റ് സെക്ഷണൽ ടൈമിംഗ് ആണ്, അതുകൊണ്ട് നമ്മുടെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ സ്ട്രിക്റ്റ് സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് ആണ് നമുക്ക് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ അവിടെ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രഷർ അവിടെ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രഷർ ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട്, അല്ലെങ്കിൽ ആ സക്സസ് നമുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യണം എങ്കിൽ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, ഷോർട്ട് കട്ട് മെത്തേഡ് അറിഞ്ഞിരിക്കുക, ടൈം മാനേജ്മെന്റ് ക്ലിയർ ആയിട്ടും. ഇത് മൂന്നിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സക്സസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും മാത്രം നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇനി SBI PO മെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ടഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാം ആണ്. അവിടെ നമ്മുടെ QAയുടെ സെക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓറിയന്റഡും അതുപോലെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരിക. ഇനി ഹൈ ലെവൽ ആയിട്ടുള്ള ഡേറ്റ ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ കേസ് ലെഡ് DI, മിസ്സിംഗ് DI, പസിൽ ബേസ്ഡ് DI, ഇതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് നമുക്ക് അവിടെ ചോദിക്കുന്നത്. അപ്പം ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ചോദിക്കില്ല എന്നല്ല, അരിത്തമെറ്റിക് ഉണ്ടായിരിക്കും, ടൈം കൺസ്യൂമിംഗ് ആയിട്ടും അതുപോലെ കാൽക്കുലേഷൻ ഹെവി ആയിട്ട് വരുന്നുള്ള അരിത്തമെറ്റിക് സെഷൻസ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ആണ് നമുക്ക്, അതായത് ഇപ്പോ നമുക്ക് ഇത്ര ഒരു ക്വസ്റ്റ്യൻ, ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതെങ്ങനെ വരത്തുള്ളൂ? നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്മാർട്ട് അറ്റംപ്റ്റ് നടത്തിയാണ് നമുക്ക് ആ പറയുന്ന ആ ഒരു നോളജ് നമുക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങളവിടെ SBI PO മെയിൻസിൽ സ്മാർട്ട് അറ്റംപ്റ്റ്സ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ വരേണ്ടത്. അതുപോലെ ക്വസ്റ്റ്യൻ സെലക്ഷൻ നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള നോളജ് നമ്മൾ എന്ത് ചെയ്യണം? അത് ബിൽഡ് ചെയ്തിരിക്കണം. അതുപോലെ സ്പീഡും ആക്യുറസി രണ്ടും ഇവിടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡും ആക്യുറസിയും ഇല്ലാതെ ഒരു കളിയില്ല, അല്ലെ? അപ്പൊ അത് രണ്ടും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ് SBI PO മെയിൻസ് വരുമ്പോൾ. അപ്പോ ചെയ്യേണ്ടത് SBI POയുടെ പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷം PO മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ, ഇപ്പൊ ഒരു ചാപ്റ്റർ എടുത്തു, DIയുടെ ഒരു ചാപ്റ്റർ എടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? DIയുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യുക പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പൊ ബേസിക് ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് പ്രിലിംസിന് വേണ്ടി മാത്രം ചെയ്ത് നിർത്തരുത്. അടുത്ത് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, അല്ലെ? മെയിൻസിന് വേണ്ടിയുള്ള ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെ നോക്കി തുടങ്ങിയിരിക്കണം. അപ്പോൾ നമ്മുടെ മെയിൻസ് ലെവൽ വരുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതങ്ങ് ഓവർകം ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളത് ആ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി RBI ഗ്രേഡ് ബി, നമുക്ക് ഈ പറയുന്ന SBI PO പ്രിലിംസിനും SBI PO മെയിൻസിനും ഇടയിൽ വരുന്ന ഒരു ലെവലാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പൊ RBI ഗ്രേഡ് ബി എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അനലിറ്റിക്കൽ സെക്ഷനും ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഇവിടെ സിലബസ് നമുക്ക് ലിമിറ്റഡ് ആണ്. ഇവിടെ നമുക്ക് എന്താണ്? ഡെപ്ത് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതായത് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ സിലബസിൽ ഓരോ ടോപ്പിക്ക് നമ്മൾ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞേ PO പ്രിലിംസും ആയില്ല, മെയിൻസും ആയില്ല, അതിന് ഇടയിൽ പെടുന്നത് ഒരു phase ആണ് phase 1 RBI ഗ്രേഡ് ബി. അപ്പൊ അതുകൊണ്ട് ഡെപ്ത് നോളജ് നന്നായിട്ട് നമ്മൾ
ബിൽഡ് ചെയ്തിരിക്കണം. അതുപോലെ അരിത്തമെറ്റിക് കോൺസെപ്റ്റ്സിൽ ഫോക്കസ് ചെയ്യണം. ലോജിക്കൽ ഡി ഐയും ഫോക്കസ് ചെയ്യണം. ഡി ഐ ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് RBI ഗ്രേഡ് ബിയുടെ phase 1. ഇനി സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഒന്നും നമുക്ക് അങ്ങനെ കണ്ടുവരാറില്ല. ചിലപ്പോ നമ്പർ സീരീസിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ലെസ് ടൈം പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 30 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് 25 മിനിറ്റ് ആണ് നമുക്ക് അവിടെ വരിക. എന്താണ് നമ്മുടെ ഗ്രേഡ് ബിയുടെ phase 1 30 ക്വസ്റ്റ്യൻസ് 25 മിനിറ്റ് ആണ്. അപ്പോ ക്വസ്റ്റ്യൻ സെലക്ഷൻ അത് നമ്മൾ മസ്റ്റ് ആണ്. അവിടെ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്താലും ഏറ്റവും നല്ലതാണ്. ഒരു 12 ക്വസ്റ്റ്യൻ ചെയ്താലും ഏറ്റവും നല്ലതാണ്. മിനിമം ഒരു 12 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഫുൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചെയ്യുന്ന ആ 12 ക്വസ്റ്റ്യൻസ് ആ ഒരു മിനിമം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മിനിമം 12 ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ടൈം പ്രഷർ കുറവായിരിക്കും. ഇപ്പൊ 30 മിനിറ്റ് നമ്മുടെ 25 മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ 12 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അവിടെ ടൈം പ്രഷർ അവിടെ നമുക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നമുക്ക് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഡീപ്പായിട്ട് തന്നെ കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം. ഓക്കെ. ഇതാണ് RBI ഗ്രേഡ് ബിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ. ഇനി റീസണിങ് സെഷൻ വരുമ്പോൾ SBIPO പ്രിലിംസിന്റെ കാര്യം വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു സ്പീഡ് ബേസ്ഡ് സെക്ഷൻ തന്നെയാണ്. അവിടെ നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും ആണ് നമുക്ക് മെജോറിറ്റി ചോദിക്കുക. പിന്നെ നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് മിക്സ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഇപ്പൊ ഇൻഇക്വാളിറ്റി, സിലോജിസം, അതുപോലെ എന്താണ് അങ്ങനെ വരുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ ബൾക്കായിട്ടായിരിക്കും ചോദിക്കുക. 5 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ബ്ലഡ് റിലേഷൻ, ഡിസ്റ്റൻസ്, ഡയറക്ഷൻ, ഇതൊക്കെ ഓരോ ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ട് വരും. ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ ആയിരിക്കും ബൾക്കായിട്ട് ചോദിക്കുക. ചിലപ്പോൾ ഡയറക്ഷൻ ആയിരിക്കും ബൾക്കായിട്ട് 5 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ചിലപ്പോൾ ചില ഷിഫ്റ്റുകൾ അത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഷിഫ്റ്റ് ബേസ്ഡ്. അപ്പൊ ഇത് മിക്സ് ആയിട്ടായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ലെവലാണ്. ടൈം പ്രഷറും ഹൈ ആണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര മിനിറ്റേ ഉള്ളൂ. അപ്പൊ 35 ക്വസ്റ്റ്യൻസിൽ നമ്മളവിടെ ആ ഒരു പ്രിലിം സെക്ഷൻ കട്ട് ഓഫ് കടക്കണം എന്നുണ്ടെങ്കിൽ ആ 20 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് ഈ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കണം അല്ലെ. അവിടെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ആ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 30+ സ്കോർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രിലിംസ് നമുക്ക് കട്ട് ഓഫ് കടക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ലെവൽ മോഡറേറ്റും ആണ്. ടൈം പ്രഷർ അവിടെ ഹൈയും ആണ്. ഇനി ആക്യുറസിയും ക്വിക്ക് പസിൽ സോൾവിങ് ആ ഒരു എന്താണ് സോൾവിങ്, അതാണ് അതിന്റെ കീ എന്ന് പറയുന്നത്. ആക്യുറൻസി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ പസിൽസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ PO പ്രിലിംസ് നമുക്ക് എളുപ്പമാണ്. അപ്പൊ അതിനുള്ള ആ ഒരു ആക്യുറസി, സ്പീഡും ടൈം മാനേജ്മെന്റും നിങ്ങൾ പസിൽസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റിലും ബാക്കിയുള്ള സെക്ഷൻസ് നമുക്ക് ചെയ്യാം. സെക്ഷൻസ് എന്ന് ഉദ്ദേശിച്ച് ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് ചെയ്യാം. അപ്പോ ഇൻഇക്വാളിറ്റി, സിലോജിസം, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ഒക്കെ കോൺസെപ്റ്റ് നമുക്ക് വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നുള്ളൂ. പക്ഷേ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ചിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പൊ അതൊന്ന് കാരണം ക്വസ്റ്റ്യൻ ലെവൽ മോഡറേറ്റ് ലെവൽ ആയിരിക്കും. പിന്നെ പ്രാക്ടീസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ്. അതുകൊണ്ട് അത് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കാം. ഇനി SBIPO മെയിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് സെക്ടറിലെ റീസണിങ് സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നും ടഫസ്റ്റ് ഒരു എക്സാം ആയിരിക്കും ഈ പറയുന്ന റീസണിങ്, SBIPO മെയിൻസിന്റെ റീസണിങ്. ഇവിടെ കൂടുതലും ഹെവി ഡോമിനൻസ് കൊടുക്കുന്നത് പസിൽസിനാണ്. പസിൽസിൽ ഇപ്പോൾ ഫ്ലോർ ബേസ്ഡ് പസിൽസ്, മന്ത് ബേസ്ഡ് പസിൽസ്, വേരിയബിൾ പസിൽസ്, ഇതിന്റെയൊക്കെ നമുക്ക് ലെങ്തി വരുന്ന രീതിക്കുള്ള പസിൽസും കാര്യങ്ങളൊക്കെയാണ് മെയിൻസിൽ ചോദിക്കുന്നത്. അതുപോലെ പുതിയതായിട്ടുള്ള ചാപ്റ്ററുകൾ, ഇപ്പം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഡേറ്റ സഫിഷ്യൻസി, കോഡ് ഇൻഇക്വാളിറ്റി, ഇതൊക്കെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മളിവിടെ ഇത് പ്രിലിംസിൽ ചിലപ്പോൾ ചോദിക്കണം എന്നില്ല, ചിലപ്പോഴും നല്ല അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ മെയിൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചാപ്റ്ററുകളാണ്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരിക്കും, ലോജിക് ഇന്റൻസീവും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബേസിക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടെ നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ QAയുടെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ ബേസിക് മോഡറേറ്റ് ഉള്ള പ്രിലിംസിന് പഠിച്ചു, പ്രിലിംസ് എനിക്ക് പാസ്സാവും എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിലിംസ് എക്സാം വന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്ന മെയിൻസിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. പ്രിലിംസ് എക്സാമിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ട്രോങ് പസിൽ ഫെമിലിയറിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ പസിൽസ് ഒക്കെ ആദ്യമേ ചെയ്യുമ്പോൾ വലിയ പസിൽസ് എടുത്ത് നമ്മൾ ചെയ്ത് അത് സോൾവ് ചെയ്ത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അതുപോലെ പേഷ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. സ്മാർട്ട് ക്വസ്റ്റ്യൻ സെലക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് PO മെയിൻസിൽ വരുമ്പോൾ ഇത് രണ്ടിനും ഇടയിൽ വരുന്നതാണ് RBI ഗ്രേഡ് ബി അല്ലെ. ഗ്രേഡ് ബിയുടെ phase 1 ആണ്, phase 2 അല്ല പറയുന്നത്, phase 1. അവിടെ കോൺസെപ്റ്റൽ ആൻഡ് അനലിറ്റിക്കൽ നമ്മൾ മസ്റ്റ് ആണ്. അതുപോലെ 50% പസിലാണ്. ഓവറോൾ ക്വസ്റ്റ്യൻ 50% പസിൽസ് ആയിരിക്കും. ബാക്കി 50% ഫോക്കസ് ചെയ്യുന്നത്
സിലോജിസം, ഇനിക്വാളിറ്റി, ഡയറക്ഷൻ, അതുപോലെ അനലിറ്റിക്കൽ റീസണിങ്, ഇതൊക്കെയാണ് ബാക്കി 50% വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ക്ലാരിറ്റി ഓഫ് അതായത് സ്പീഡിനെക്കാട്ടിലും നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ടെസ്റ്റ് ക്ലാരിറ്റി ലോജിക് ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ ഇവിടെ നോ സെക്ഷണൽ ടൈമിംഗ് പ്രഷർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ഇത്ര മിനിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ക്യുഎയിൽ പറഞ്ഞതുപോലെ തന്നെ ക്യുഎയിലാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 25 മിനിറ്റും, റീസണിംഗ് ആണെങ്കിൽ 60 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റുമാണ്. 60 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ 60 ക്വസ്റ്റ്യനും ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ 45 മിനിറ്റില് 30 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് സെക്ഷണൽ ടൈമിംഗ് പ്രഷർ അവിടെ കുറവാണെന്നുള്ളത്. പക്ഷെ ആക്യുറസി ക്രിറ്റിക്കൽ ആണ്. അപ്പോ നിങ്ങൾ ആ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ മതി. 45 മിനിറ്റ് ഉണ്ട്, അതിൽ 60 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു 25 ക്വസ്റ്റ്യനോ 30 ക്വസ്റ്റ്യനോ 35 ക്വസ്റ്റ്യനോ എത്രയാണോ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ അത് ചെയ്യാം. അതുകൊണ്ടാണ് ആ ഒരു ടൈമിംഗ് പ്രഷർ അവിടെ കുറവാന്നുള്ള കാര്യം RBI ഗ്രേഡ് ബിയുടെ ഫേസ് 1 പറയാൻ കാരണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷിന്റെ കാര്യമാണ്. ഇതൊരു സ്ക്രീനിങ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ്. സ്ക്രീനിങ് അതുപോലെ സ്പീഡ് ബേസ്ഡ് വരുന്ന ഒരു സെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഗ്രാമർ റൂൾസിനെയും ആക്യുറസി ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. അതായത് ഗ്രാമർ റൂൾസിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സെക്ഷൻ ആണ്. ആക്യുറസി നമുക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ എറർ സ്പോട്ടിങ്, ഫില്ലേഴ്സ്, ക്ലോസ് ടെസ്റ്റ്, പാരാസിമ്പിൾസ്, ഈ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. പിന്നെ ഷോർട്ട് ആയിട്ട് വരുന്നതും അതുപോലെ ഡയറക്റ്റ് ആയിട്ടും വരുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ഉണ്ടായിരിക്കും PO പ്രിലിംസിന്. പിന്നെ പറയുന്നത് നമ്മുടെ ടൈം പ്രഷർ തന്നെയാണ് കൂടുതലാണ്. കാരണം സെക്ഷണൽ ടൈമിംഗ് ഉള്ളത് കൊണ്ട് അവിടെ ടൈം പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് വായിക്കുക. RCA ഒക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു റീഡിംഗ് നോളജ്, എളുപ്പം എന്നുള്ളൊരു റീഡിംഗ് നോളജ് ഉണ്ടായിരിക്കണം. ന്യൂസ് പേപ്പർ തന്നെയാണ് ബെറ്റർ. അപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. റീഡിംഗ് എബിലിറ്റി കൂടുകയും ആ ഒരു സോഷ്യലായിട്ട് കണക്ട് ആവുകയും ചെയ്യും. അപ്പോ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺസെപ്റ്റ് അവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് അതിനകത്ത് വേണ്ടെന്ന് വെച്ചാല് നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക, അതുപോലെ ബേസിക്സ് ക്ലിയർ ആയിരിക്കുക, പിന്നെ സ്പീഡും പ്രാക്ടീസും. ഇത് 4 നമ്മൾ ഇതിലെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ റീഡിംഗ് എബിലിറ്റി നമ്മൾ കൂട്ടുക. RCയിൽ തന്നെ 10 മാർക്ക് ഇരിക്കുകയാണ്. ആ 10 മാർക്ക് നമുക്കത് കിട്ടണം. അപ്പോ RC ബിൽഡ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി, വായിക്കുക, വായിച്ച് തറോ ആക്കുക. അപ്പോ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് അവിടെ വരികയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോ ഒരു നമുക്ക് പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അപ്പൊ ആ പേപ്പറിൽ ഒരു essay ചോദിക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ഒരു essayക്ക് അകത്ത് നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് നല്ലപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ബിൽഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ ഗ്രാമർ റൂൾസ് ഒക്കെ നല്ലപോലെ നോക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്പീഡ് നമ്മുടെ ടൈം മാനേജ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സെക്ഷനും നമ്മൾ അറ്റൻഡ് ചെയ്യണം. SBI POയുടെ മെയിൻസ് ആണെങ്കിലോ കോംപ്രിഹെൻഷൻ ഓറിയന്റഡ് ആയിട്ട് വരുന്ന സെക്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ അതായിരിക്കും ചോദിക്കുക. അപ്പൊ അതില് ലോങ് RCs ഒക്കെയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. അതുപോലെ ഇന്റർഫറൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്താണ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ നമുക്ക് അതൊക്കെ റീഡിംഗ് എബിലിറ്റി കൂട്ടുമ്പോഴാണ് ആ ഒരു ഐഡിയ ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെന്ന് പറയുന്നത് വൊക്കാബുലറി, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഹൈ ലെവൽ ആയിട്ടുള്ള മോഡറേറ്റ് ലെവൽ ആയിട്ട് വരുന്ന, മോഡറേറ്റ് ടു ഹൈ ലെവൽ വരുന്ന വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചോദിക്കാറുണ്ട്. അതുപോലെ ഗ്രാമർ അവിടെ നമുക്ക് കുറവായിരിക്കും. അതായത് ഗ്രാമർ ഹാസ് ലോ ടു മോഡറേറ്റ് ആണ് അവിടെ ആ ഒരു വെയിറ്റേജ് വരുന്നത്. ഗ്രാമർ അങ്ങനെ നമുക്ക് ചോദിക്കാറില്ല, എന്നാലും ചോദിച്ചാൽ അത് വളരെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ബാക്കി കോംപ്രിഹെൻഷൻസ് വരുന്ന ലോങ് RCs ഒക്കെയാണ് ഏറ്റവും കൂടുതലും അതിനകത്ത് നോക്കേണ്ടത്. ഇന്റർഫറൻസ് വരുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻഫറൻസ് ബേസ്ഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലും അവിടെ നോക്കിയിരിക്കണം. അതായത് അത്രയും മാത്രം എബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. ഇത് രണ്ടിനും ഇടയിൽ വരുന്നതാണ് ഫേസ് 1 RBI ഗ്രേഡ് ബിയുടെ കോൺസെപ്റ്റൽ ആൻഡ് എക്സ്പ്രഷൻ ബേസ്ഡ് ഇവാലുവേഷൻ ആണ് കൂടുതലും ഇംഗ്ലീഷിൽ നടത്തേണ്ടത്. അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ ഐഡിയ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഇന്റർപ്രിട്ടേഷനും ഉണ്ടായിരിക്കണം. ഇത് ഇത്രയും നമ്മുടെ ഈ വായനയിലൂടെ തന്നെ നമുക്കത് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത്
RC അനലിറ്റിക്കൽ ആയിരിക്കും, ഒപ്പീനിയൻ ബേസ്ഡ് ആയിരിക്കും. അതുപോലെ കൂടുതലും ഇക്കണോമിക് ആൻഡ് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള RCs ആയിരിക്കും കൂടുതലും ഇതിനകത്ത് ചോദിക്കാം. ഇനി ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് RBI ഗ്രേഡ് ബിയുടെ phase 1 ചോദിക്കാറുള്ളൂ. ഇതാണ് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യം. നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരുമ്പോൾ SBI POയുടെ മെയിൻസിന് മാത്രമേ ചോദിക്കുകയുള്ളൂ, പ്രിലിംസിന് ചോദിക്കാറില്ല. മെയിൻസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ടാസ്ക് ഏതൊക്കെയാണ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, അതുപോലെ സിറ്റുവേഷൻ അനാലിസിസ്, ക്രേസി റൈറ്റിംഗ്, ഇതൊക്കെയാണ് നമുക്ക് ടാസ്ക് തരാറുള്ളത്. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ക്ലാരിറ്റിയും സ്ട്രക്ചർഡ് റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയാസ്, ആ ഒരു ക്ലാരിറ്റി, അത് നമ്മൾ ബിൽഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എത്രത്തോളം നന്നാവോ അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ, വർക്ക് പ്ലേസ് സിറ്റുവേഷൻസ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും അവിടെ ടോപ്പിക്സ് ബേസ്. ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഇമെയിൽസും റിപ്പോർട്ട്സും ഒക്കെ നമുക്ക് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ റിയൽ ലൈഫ് വർക്ക് പ്ലേസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ മോഡറേറ്റ് ആയിരിക്കും ഇവിടുത്തെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടും ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അവർ ചെക്ക് ചെയ്യുക. അതായത് PO മെയിൻസിലെ ഗ്രാമർ നന്നായിട്ട് ഗ്രാമർ യൂസ് ചെയ്തിട്ടുണ്ടോ, അതായത് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണോ വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അവർ വാല്യുവേറ്റ് ചെയ്യുന്നത്. RBI ഗ്രേഡ് ബിയുടെ കേസ് വരുമ്പോഴത്തേക്കും കോൺസെപ്റ്റ് ആണ്, അതായത് എത്രത്തോളം ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഡീപ്പ് നോളജ് ഉണ്ട്, ഇതാണ് അവരവിടെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ടാസ്ക് എസ്സേയും പ്രേസി റൈറ്റിംഗും ആണ് അവിടെ ചോദിക്കുന്നത്, പ്രേസിയും കോംപ്രിഹെൻഷനും ആണ് അവർ വരുന്നത്. അതുപോലെ അനലിറ്റിക്കൽ റൈറ്റിംഗ് ആണ്, ഞാൻ പറഞ്ഞില്ലേ കോൺസെപ്റ്റിൽ ബേസ് ചെയ്ത് വരുന്ന റൈറ്റിംഗും കാര്യങ്ങളും, കോംപ്രിഹെൻഷൻ, ഫോർമൽ സ്ട്രക്ചർ, ഇതൊക്കെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ടോപ്പിക്സ് സോഷ്യൽ ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ്, അതുപോലെ ബാങ്കിങ്, ഫിനാൻസ്, പോളിസീസ്, കറന്റ് അഫയേഴ്സ്, ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ് അവിടെ ചോദിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് അനലിറ്റിക്കൽ ആൻഡ് ഫാക്ച്വൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു കോംപ്ലക്സ്, അതായത് എന്താണ് കോംപ്ലക്സ് ഇൻഫർമേഷനെ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് അവിടെ മെയിൻലി വരിക. ഡിഫിക്കൽട്ട് ഹൈ ലെവൽ തന്നെയാണ് അവിടുത്തെ ഡിഫിക്കൽട്ട്, അതായത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരിക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ നടത്തുന്നത് ചോദിച്ചാൽ RBI റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫിനാൻസ് റിപ്പോർട്ട്സ്, RBI റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കണം. എഡിറ്റോറിയൽസ് മെയിൻ ആയിട്ടും, അതുപോലെ പോളിസി പേപ്പേഴ്സ്, അതിൽ നമ്മൾ SS പ്രാക്ടീസ് ചെയ്യുക, പ്രീസി, കോംപ്രിഹെൻഷൻ വിത്ത് എക്സാമ്പിൾസ്, സ്ട്രക്ചർഡ് ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതുപോലെ നമ്മളിപ്പോ ഒരു essay റൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഹെഡിങ് ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് നല്ലപോലെ തന്നെ അത് ഇവാലുവേഷനിൽ നമുക്ക് കയറി വരും. അതുപോലെ തന്നെ ടൈം പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അത് എന്താണ് ഡെയിലി പ്രാക്ടീസ് ത്രൂ നമ്മൾ അത് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ വായന എബിലിറ്റി ആ ഒരു കൂട്ടുക, എന്നിട്ട് ഡെയിലി പ്രാക്ടീസ്, ഇങ്ങനെയുള്ള സോഷ്യൽ ഇക്കണോമിക് ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നോളജ്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അതിന്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് നോക്കുക. ഓക്കെ, അതുപോലെ RBI ഗ്രേഡ് ബിയുടെ phase 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ചോദിക്കുന്നതും 90 മിനിറ്റ് ആയിരിക്കും അവിടെ നമുക്ക് ആ ഒരു പേപ്പറിന് ടൈം തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. നമുക്ക് PO പ്രിലിംസിന് ചോദിക്കാറില്ല, മെയിൻസിന് മാത്രമേ ചോദിക്കാറുള്ളൂ. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാങ്കിങ്, ഫിനാൻഷ്യൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ് ടു 4 to 6 months വരെ വരുന്ന അവയർനെസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കിയിരിക്കണം. അതുപോലെ സ്റ്റാറ്റിക് ടോപ്പിക്സ് നമ്മൾ അറിഞ്ഞിരിക്കുക, സ്റ്റാറ്റിക് GKs നമ്മൾ അറിഞ്ഞിരിക്കുക. അതിലെ ബാങ്കിങ് ടേംസ്, കമ്മിറ്റീസ്, RBI ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതെല്ലാം ഡയറക്റ്റ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ CA ആൻഡ് ബാങ്കിങ് അവയർനെസ് എന്ന് പറഞ്ഞാൽ 4 to 6 months നമ്മൾ വളരെ നീറ്റ് ആയിട്ട് തന്നെ അത് പഠിച്ചിരുന്നാൽ നമുക്ക് ഈ പറയുന്ന SBI PO മെയിൻസിന്റെ ഈ പറയുന്ന അവയർനെസ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി RBI ഗ്രേഡ് ബിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കൊരു മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ പോളിസി ഇഷ്യൂസിനായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അവിടെ 8 to 10 months പ്രിപ്പറേഷൻ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ RBI റിപ്പോർട്ട്സ്, ബഡ്ജറ്റ്, ഇക്കണോമിക് സർവേ, ഗവൺമെന്റ് സ്കീംസ്, ഇതിനൊക്കെ നമ്മൾ ഹൈ വെയിറ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് അനലിറ്റിക് ആയിരിക്കും, ഫാക്ച്വൽ ആയിരിക്കും. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ തന്നെയാണ്.
അതുപോലെ ഡെപ്ത് റീഡിങ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ മെമ്മറൈസ് ചെയ്യല്ല. നമ്മളിപ്പോ GA പഠിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഒരു സബ്മിറ്റ് നടന്നു, ഇപ്പം ഇന്നൊരു സബ്മിറ്റ് നടന്നെങ്കിൽ അത് ഏത് പ്ലേസിലാണ്, എപ്പോഴാണ്, ഏത് മാസത്തിലാണെന്നുള്ളത് നമ്മൾ മെമ്മറൈസ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡെപ്ത് റീഡിംഗ് ആണ് നമുക്ക് ആവശ്യം. കാരണം ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് അതിനകത്ത് വരിക. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ ഒരു കാര്യം നമ്മൾ നല്ലപോലെ ഡെപ്ത് ആയിട്ട് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതാണ് RBI ഗ്രേഡ് ബിക്ക് അകത്ത് വരുന്ന GAയുടെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. അപ്പൊ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോ ഒരു കാര്യം വായിക്കുമ്പോൾ അത് ഡെപ്ത് ആയിട്ടും കൂടെ വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം വായിക്കുകയാണ്, ഇപ്പൊ ഒരു സബ്മിറ്റിന് ഒരു കേസ് നിങ്ങൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡ് ഒരു കേസ് നിങ്ങൾ വായിക്കുകയാണ്. ഇന്ന രാജ്യങ്ങളാണ് അത് എന്ത് ചെയ്തത്, സൈൻ ചെയ്തത്. സൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇൻഫർമേഷൻ ആണ്, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. എന്തിനു വേണ്ടിയാണ്? അതിന്റെ ഡെപ്ത് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RBI ഗ്രേഡ് ബിക്ക് വേണ്ടിയിട്ടായി. അങ്ങനെ വേണം നോക്കാൻ. ചുമ്മാ വായിച്ചു പോവാതെ അത് കുറച്ചും കൂടെ ഡീപ്പായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ RBI ഗ്രേഡ് ബിയുടെ പ്രിപ്പറേഷനും കൂടിയായി അല്ലെ. അത് അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ അവയർനെസ് നിങ്ങൾ കൊണ്ടുപോവേണ്ടത്. ഇനി കോമൺ ടോപ്പിക്സ് വരുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന കോമൺ ടോപ്പിക്സ് നോക്കാം. രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് നോക്കിക്കേ. ഞാൻ പറഞ്ഞു സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല RBI ഗ്രേഡ് ബിക്ക്. പക്ഷെ SBI POയ്ക്ക് ചോദിക്കും. SBI POയ്ക്ക് നമുക്കൊരു 5 to 10 മാർക്സിനടുത്ത് ചോദിക്കും. പിന്നെ മിസ്സിംഗ് ആൻഡ് റോങ് നമ്പർ സീരീസിന് കോമൺ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനും കോമൺ ആയിട്ട് ചോദിക്കും. ബാക്കി പറയുന്ന DIയുടെ എല്ലാം തന്നെ നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് വരാറുണ്ട്. അരിത്തമെറ്റിക് സെഷനിൽ അത് ഇത്രയും നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് വരാറുണ്ട്. ഇതിൽ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ആണ് RBIക്ക് നമുക്ക് ചോദിക്കാത്തത്. ബാക്കിയെല്ലാം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി റീസണിങ് വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ റീസണിങ്ങിന്റെ പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കുന്നത് മെഷീൻ ഇൻപുട്ട്, ഇത് ഒറ്റ ഇതാണ് കേട്ടോ. മെഷീൻ ഇൻപുട്ട്, അതുപോലെ ക്രിട്ടിക്കൽ റീസണിങ്, ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻസ് ലെവലിന് വേണ്ടിയിട്ട് വേണ്ടത്. അതുപോലെ RBIക്ക് നമുക്ക് എക്സ്ട്രാ വേണ്ടത് അത് രണ്ടും മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ പ്രിലിംസിനും പഠിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇനി ഇംഗ്ലീഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാത്തിലും ആവശ്യമായിട്ട് വരും. ഇത് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. RCs ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന, പിന്നെ ഗ്രാമർ റൂൾസ് ഏറ്റവും കൂടുതൽ SBIക്ക് ആയിരിക്കും ചോദിക്കുന്നത്. RBIക്ക് ആണെങ്കിൽ അങ്ങനെ ഗ്രാമർ റൂൾസിൽ കൂടുതൽ നമുക്ക് ചോദിക്കാറില്ല. ലോങ് വരുന്ന ലെങ്തി വരുന്ന കോൺവെർസേഷനും അതുപോലെ ഇൻഫറൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നതൊക്കെയാണ് നമുക്ക് അവിടെ ചോദിക്കാറുള്ളത്. അപ്പം ആ ഒരു ഇതാണ് നമുക്ക് ഇംഗ്ലീഷിനകത്ത്. അപ്പൊ ഇംഗ്ലീഷിലെ എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. Gയുടെ കേസ് ആണെങ്കിൽ ഇപ്പോ രണ്ടിലും മേജർ ആയിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ്. ഒന്നിൽ നമുക്കൊരു 6 മന്ത്സിന് വേണം, ഒന്നിൽ നമുക്കൊരു 10 മന്ത്സ്, ഒരു അഡീഷണൽ ഒരു 3 മന്ത്സിനെയും കൂടി നമുക്ക് RBI കവർ ചെയ്തിരിക്കണം. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് രണ്ടിലും ഇമ്പോർട്ടന്റ് ആണ്. ഇക്കണോമിക്, ബഡ്ജറ്റ്, പോളിസീസ് ഇത് രണ്ടിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് രണ്ടിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇനി ഇന്റർനാഷണൽ അഫയേഴ്സ്, ഓർഗനൈസേഷൻസ് രണ്ടിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡിസസും രണ്ടിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവാർഡ്സ്, ഓണേഴ്സ്, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഇത് രണ്ടും നമുക്ക് എന്താണ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് ലോ വെയിറ്റേജിൽ വരുന്ന ഇതാണ്. നമുക്ക് ചിലപ്പോഴേ RBI ഗ്രേഡ് ബിക്ക് ചോദിക്കാറുള്ളൂ. നമ്മുടെ SBI POയ്ക്ക് നമുക്ക് ചോദിക്കാം. ഓക്കെ, SBI PO ഞാൻ പറയില്ല, ഒരു മെമ്മറൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചോദിക്കാം. പറ്റുന്ന മെമ്മറൈസേഷൻ അല്ല, ഡെപ്ത് നോളജ് ആണ് വേണ്ടത് എന്നുള്ളത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലോ പ്രീസി റൈറ്റിംഗ്, ഇപ്പൊ പ്രീസി റൈറ്റിംഗിൽ ആണെങ്കിൽ SBI POയിലാണെങ്കിൽ ഷോർട്ട് പാസേജ് ആയിരിക്കും. അതുപോലെ എന്താണ്, ഒരു ഒറിജിനൽ ലെങ്തിൽ നിന്ന് 1/3 സമ്മറൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരിക അല്ലെ. അതുപോലെ തന്നെ ക്ലാരിറ്റി, ഗ്രാമർ ഇതൊക്കെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഗ്രാമർ ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ RBI ഗ്രേഡ് ബിയിലാണെങ്കിൽ സ്ലൈറ്റ് ലോങ്ങർ പാസേജ് തന്നെയായിരിക്കും. എല്ലാ കീ പോയിന്റ്സും, അതായത് സമ്മറൈസ് ഓൾ കീ പോയിന്റ്സ് വിത്തൗട്ട് ആഡിങ് ഒപ്പീനിയൻ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ എല്ലാ കീ പോയിന്റ്സും സമ്മറൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്ട്രക്ചർ, ലോജിക്കൽ ഫ്ലോ, കൺസൈസ്നെസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു ഇത് ഫോക്കസ് ചെയ്തിരിക്കണം പ്രേസിയുടെ കാര്യം വരുമ്പോൾ. പിന്നെ കോമൺ റൂൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ്, എക്സാമ്പിൾസോ പേഴ്സണൽ വ്യൂസോ നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരു ഒറിജിനൽ മീനിങ് തന്നെ നമ്മളവിടെ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു പ്രീസി റൈറ്റിംഗിന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ വരിക. അതുപോലെ സ്കോറിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ക്ലിയർ സെന്റൻസ് ആയിരിക്കണം, ലോജിക്കൽ ഓർഡർ, ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്. ക്ലിയർ സെന്റൻസും ആയിരിക്കണം, ലോജിക്കൽ ഓർഡറും ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് മാർക്സ് കൂട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമർ മിസ്റ്റേക്സ് സ്കോർ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്തരുത്.
ഗ്രാമർ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള സെന്റൻസ് ഫോം ചെയ്യാനും ലോജിക്കൽ ഓർഡർ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മുടെ മാർക്സ് അവിടെ ഇൻക്രീസ് ആവും. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനകത്ത് വരുന്നത്. അപ്പോ RBI ഗ്രേഡ് ബിയും അതുപോലെ SBI PO മെയിൻസ് ലെവലുമായിട്ട് എത്രത്തോളം നമുക്ക് സാമ്യം ഉണ്ടെന്നും ഒരു 20% അധികം നമുക്ക് ഈ പറയുന്ന RBI ഗ്രേഡ് ബിക്കുള്ള പ്രിപ്പറേഷൻ നടത്തിയാൽ മതി എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പോ ഇതിനു വേണ്ടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്റെ നിങ്ങൾക്കായിട്ട് കോഴ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം RBI എന്ന് പറയുന്നത് അല്ലെങ്കിൽ RBI ഒരു ജോലി എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മേലെ സാലറി വരുന്നൊരു പോസ്റ്റ് ആണ് ഈ പറയുന്ന ഓഫീസർ ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിലേക്ക് കയറാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ കാണില്ല. അപ്പൊ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഒരു ഇഫോർട്ട് വേണം എന്നുണ്ടെങ്കിൽ എൻട്രി നിങ്ങൾക്കായിട്ട് ഇതാ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് മാത്രമല്ല നിങ്ങളിപ്പോ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ്സസ് മാത്രം മതി എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കോഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എല്ലാ തരത്തിൽ വരുന്ന കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. RBI ഗ്രേഡ് ബി ഓഫീസർ പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് RBI ഗ്രേഡ് ബിയുടെ എന്താണ് കോഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബോത്ത് phase 1 ആൻഡ് phase 2 കോഴ്സസ് നമുക്ക്, അതായത് ഫുള്ളി നമ്മളൊരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ എൻട്രി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ആ പറയുന്ന ഒരു 20% അഡീഷണൽ ഇഫേർട്ട് നിങ്ങൾ അത് ക്രാക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തന്നെ എക്സാം എഴുതിക്കോളൂ. അപ്പോ വിളിക്കാൻ മറക്കരുത്. എൻക്വയറി നടത്തുക, കോഴ്സിനെ പറ്റി എൻക്വയറി നടത്തുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മളിവിടെ ഉണ്ട്. അപ്പോ എന്ത് രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ എൻട്രി ചെയ്ത് തന്നിരിക്കും. അപ്പൊ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു, ബൈ.